5 ആണ്. Part 5 is relating to union government. യൂണിയൻ ഗവൺമെൻറ്റിൽ നമ്മൾ എക്സിക്യൂട്ടീവ്സ് മൊത്തം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം 2 ലെക്ചർ എടുത്തിട്ട് നമ്മൾ ലെജിസ്ലേച്ചറിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ 3ാമത്തെ വിങ്ങിലേക്ക് പോവുകയാണ്, ജുഡീഷ്യറി. യൂണിയൻ ലെവൽ ജുഡീഷ്യറി എന്ന് പറയുന്നത് ആക്ച്വലി ജുഡീഷ്യറി ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. യൂണിയൻ ലെവൽ ജുഡീഷ്യറി നമുക്ക് പറയാൻ പറ്റില്ല, ഇവൻ ദോ ഇൻഡിപെൻഡൻറ്റ് ബോഡിയുടെ അപ്പെക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സുപ്രീം കോർട്ടാണ്. ദെൻ സുപ്രീം കോർട്ടിനെ പറ്റിയുള്ള എല്ലാ പ്രൊവിഷൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയും പവേഴ്സും എല്ലാം നമ്മൾ ഇന്നത്തെ ലെക്ചറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ നമ്മളുടെ ടോപ്പിക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് തിങ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ബട്ട് വൈൽ കമ്പയറിംഗ് വിത്ത് അമേരിക്ക എന്ന് പറയുന്ന സ്റ്റേറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബേസിക് ഡിഫറൻസ് കാണാവുന്ന കുറച്ച് ഏരിയയാണ് ഈ യൂണിയൻ ജുഡീഷ്യറിയുടെ കൺസെപ്റ്റ്. അതായത് അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ there is a system in which 2 types of judiciary prevails. 2 ലെവലിലുള്ള ജുഡീഷ്യറി പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഫെഡറൽ ജുഡീഷ്യറിയും രണ്ടാമതായിട്ട് സ്റ്റേറ്റ് ജുഡീഷ്യറിയും. ഇത് 2 സിസ്റ്റംസ് ആണ്. സ്റ്റേറ്റിനകത്തെ ലോസ് എല്ലാം നോക്കുന്നത് സ്റ്റേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം ആയിരിക്കും. ഈ ഫെഡറൽ ലോസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഫെഡറൽ ജുഡീഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. വേറെ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ്. ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിയൻ ലെവൽ ലോസ് ഫ്രെയിം ചെയ്യുന്നതായാലും ആ ലോ നടപ്പിലാക്കാനും അതേപോലെ സ്റ്റേറ്റ് ലെവലിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയും നമുക്കുള്ള സിസ്റ്റം എന്നത് സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. വെറാസ് US പോയി കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും അവരവരുടേതായ ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഫെഡറൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടി there is a separate ഫെഡറൽ കോർട്ട് എന്ന് പറയുന്ന സെപ്പറേറ്റ് സിസ്റ്റവും അവർക്കുണ്ട്. സോ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. സ്റ്റേറ്റിൻ്റെ ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും സെൻട്രലിൻ്റെ ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഒറ്റ ജുഡീഷ്യൽ സിസ്റ്റത്തിലാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് നമ്മൾ അറിയേണ്ടത് ഇന്ത്യയിലുള്ള ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ there will be മുനിസിപ്പൽ കോർട്സിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈക്കോർട്ടുകളുണ്ട്. ഹൈക്കോർട്ടിൻ്റെ മുകളിൽ സുപ്രീം കോടതി. ഇങ്ങനെയുള്ള ഒരു 3 ലെവൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. ഈ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ തൊട്ട് അപ്പീൽ വഴി നമുക്ക് ഏറ്റവും ടോപ്പ് ലെവൽ വരെ എത്താവുന്ന ഒരു രീതിയിലുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 2 ലെവലിലും കൈകാര്യം ചെയ്യുന്ന നിയമം, ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് നിയമങ്ങളായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമങ്ങളായാലും കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഈ സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിക്കാണ്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു നോ. ഏറ്റവും ബേസിക് തിങ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെയാണ് നമ്മളുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം ഇത്തരത്തിലുള്ള ഒരു സിംഗിൾ സിസ്റ്റം ഓഫ് ജുഡീഷ്യറി എമർജ് ചെയ്യുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് സെപ്പറേറ്റ് ഫെഡറൽ കോർട്ടിൻ്റെ ആവശ്യമില്ല, ഒറ്റ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ഡിസിഷൻ എടുത്തത്. അതേ സിസ്റ്റമാണ് പിന്നീട് അങ്ങോട്ടേക്ക് 1950 ആയപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയും അതേ വേയിലാണ് നമ്മൾ പിന്നീട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തത്. സോ ദെനബൌട്ട് USA ഒന്ന് ഓർത്തേക്കുക. US-ൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സിസ്റ്റം പോലെയല്ല, ഒരു ഡബിൾ സിസ്റ്റം ഓഫ് കോർട്ടാണ്. ഡബിൾ സിസ്റ്റം മീൻസ് there will be a federal judicial system plus there will be a state judicial system. ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റം അവിടെ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ്. സോ ഒറ്റ സിസ്റ്റമാണ്. ലോവസ്റ്റ് കോർട്ട് തൊട്ട് അപ്പെക്സ് കോർട്ട് വരെ നമുക്ക് ഒരേ ഒരു സിസ്റ്റത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അത് അമേരിക്കയിൽ പോസിബിൾ അല്ല. ദെൻ ഇന്ത്യയിൽ ഇന്നത്തെ സുപ്രീം കോർട്ട് നിലവിൽ വരുന്നത് January 28, 1950 January 28, 1950 ഈ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് അതിനു മുമ്പുണ്ടായിരുന്ന സുപ്രീം കോർട്ടിൽ നിന്നും പവേഴ്സ് എല്ലാം അക്യൂർ ചെയ്തുകൊണ്ട് January 28, 1950 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഓക്കെ, ദെൻ അതുകൂടാതെ അറിയേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസ് വരുന്നത് പാർട്ട് 5 ദാറ്റ് വി ഓൾറെഡി സെറ്റ്. പാർട്ട് 5 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52 തൊട്ട്
150 വരെ 51 വരെ വരുന്ന പ്രൊവിഷൻസ് ആണ്. അതിൽ സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 124 തൊട്ട് ആർട്ടിക്കിൾ 147 വരെ വരുന്ന പ്രൊവിഷൻസ് ആണ്. ഓക്കെ, സോ ഇത് ബേസ് ആയിട്ട് ഈ കാര്യങ്ങൾ അറിയുക. ആൻഡ് പാർലമെന്റ് ക്യാൻ, അതായത് പാർലമെന്റിന് ആക്ടുകൾ പാസ്സാക്കുന്നത് വഴി സുപ്രീം കോടതിയിലെ അഫയേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തേക്കുക. എനിവേ നമ്മുടെ ബേസിക് തിങ് എന്ന് പറയുന്നത് പാർട്ട് 5 ആർട്ടിക്കിൾ 124 ടു 147 വരെയുള്ള പ്രൊവിഷൻസ് ആണ്. ദെൻ കോമ്പോസിഷൻ, ഇന്നത്തെ സുപ്രീം കോടതിയുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 34 ജഡ്ജസ് ആണ്. ഇനീഷ്യലി സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ 1950 ഉണ്ടായിരുന്നത് 8 ജഡ്ജിമാരായിരുന്നു. ആ 8 ജഡ്ജ് എന്ന് പറയുന്നത് 7 ഓർഡിനറി ജഡ്ജസും ഒരു ചീഫ് ജസ്റ്റിസും, അങ്ങനെ 8 പേരായിരുന്നു. ഇന്ന് 33 ജഡ്ജസും ഒരു ചീഫ് ജസ്റ്റിസും ഉൾപ്പെടെ 34 ജഡ്ജസ് ആണ് ഇന്ന് സുപ്രീം കോർട്ടിലുള്ളത്. ദെൻ ഈ ഓരോ ജഡ്ജിമാരെയും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ അടുത്ത ഇഷ്യൂ. സോ അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ദാറ്റ് ഈസ് ദി ബേസിക് തിങ്. സുപ്രീം കോടതി ജഡ്ജസിനെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസ് ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് സച്ച് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട്സ് വേർ ആസ് ഹി ഡീംസ് നെസസറി. അതായത് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്ന ടൈമിൽ പ്രസിഡന്റിന് സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരായിട്ടും അതേപോലെ തന്നെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരായിട്ടും വേണമെങ്കിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇൻഡിവിജ്വലിനെ തിരഞ്ഞെടുക്കാം. ഓക്കെ, ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. പ്രസിഡന്റ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കൺസൾട്ടേഷനോടുകൂടി അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ഒപ്പീനിയനോടുകൂടി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജസിനെ ഉൾപ്പെടുപ്പിച്ചുകൊണ്ട് ഇൻ കേസ് പ്രസിഡന്റ് തോന്നുവാണെങ്കിൽ അത്തരത്തിലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യാം. ഇവിടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ഡിസിഷൻ എടുക്കുന്നത്. ദെൻ പ്രസിഡന്റ് അപ്പോയിന്റിംഗ് ബോഡി മാത്രമായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ദെൻ ദി അതർ ജഡ്ജസ്, ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ദെൻ മറ്റുള്ള ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ഒപ്പീനിയൻ കേട്ടതിന് ശേഷമായിരിക്കും പ്രസിഡന്റ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഇവിടെ വരുന്ന കോട്ട് ഒന്ന് ഓർത്തേക്കണം. ദി അതർ ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ്. ദർ ഇസ് എ പ്രൊവിഷൻ ആഫ്റ്റർ കൺസൾട്ടേഷൻ. ആ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന പ്രൊവിഷനുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് കേസ് ലോസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ കൺസൾട്ടേഷൻ കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്? സുപ്രീം കോടതി തന്നെ ഈ കൺസൾട്ടേഷന് പല മീനിങ് ആണ് പല സമയത്തായിട്ട് നൽകിയിട്ടുള്ളത്. സോ കൺസെപ്റ്റ് ഇതാണ്. ആക്ച്വലി ഇത് ബ്രോഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി അതർ ജഡ്ജസ്, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അതർ ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ജഡ്ജസ്, ഐ മീൻ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം, ആ കൺസൾട്ടേഷൻ പ്രൊവിഷൻ ഉണ്ട്, കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് മറ്റ് ജഡ്ജിമാരെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ദെൻ ദി കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഈസ് ഒബ്ലിഗേറ്ററി ഇൻ കേസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് അതർ ദാൻ ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കൺസൾട്ടേഷൻ ഒബ്ലിഗേറ്ററി അല്ലാത്തത്. അതായത് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ കൺസൾട്ട് ചെയ്യാം, ദാറ്റ് ഇസ് അപ് ടു ദി ഡിസ്ക്രിഷൻ എന്നുള്ള രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. വേറാസ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, മറ്റ് ജഡ്ജസ്മാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള പ്രൊവിഷൻ വെച്ചിട്ട്, അതായത് there were n number of case laws, ഇപ്പോഴത്തെ പ്രൊവിഷൻ വെച്ചിട്ട് കൺസൾട്ടേഷൻ മസ്റ്റ് ആണ്. കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ, കൊളീജിയം ഉണ്ട്, ഇപ്പോൾ കൊളീജിയമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ പ്രസിഡന്റിന് തീരുമാനിക്കാൻ പറ്റൂ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കേസ് ലോസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ അതിന് മുമ്പായിട്ട് അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡന്റിനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്തത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ആ സിറ്റുവേഷനിൽ പ്രസിഡന്റ് ഡീം ചെയ്യുവാണെങ്കിൽ പ്രസിഡന്റിന് മറ്റ് ജഡ്ജിമാരുടെ കൺസൾട്ടേഷൻ എടുക്കാം, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഒരു കൺസൾട്ടേഷനോട് കൂടി അപ്പോയിന്റ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ കേസ് മറ്റു ജഡ്ജിമാരെ, ചീഫ് ജസ്റ്റിസിന്റെ കേസാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, മറ്റ് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ there must be a consultation. ആ കൺസൾട്ടേഷൻ പ്രൊവിഷനുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ് പല ടൈമിലും പല കേസ് ലോയിലും സുപ്രീം കോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനീഷ്യലി നമ്മൾ ഓർക്കുക, ചീഫ് ജസ്റ്റിസിന്റെ കേസിൽ കൺസൾട്ടേഷൻ മാൻഡേറ്ററി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേറെ മറ്റ് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ
സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിന്റെ കൺസൾട്ടേഷനോട് കൂടി മാത്രമേ നിലവിൽ പ്രസിഡന്റിന് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അവിടെ നിങ്ങൾ ഓർക്കണം, ചീഫ് ജസ്റ്റിസിന് സ്വന്തമായിട്ട് കൺസൾട്ടേഷൻ നടത്താൻ പറ്റില്ല. സ്വന്തം ഒപ്പീനിയൻ ആയിട്ടല്ല, ഒരു കൊളീജിയം ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ കൊളീജിയം വഴിയായിരിക്കും അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. സോ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, കോൺട്രവേഴ്സി ഓവർ ദിസ് ടേം കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോൺട്രവേഴ്സീസ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വന്ന കേസ് ദാറ്റ് വാസ് ഇൻ 1982. ആ കേസിന്റെ വിളിക്കുന്ന പേര് ഫസ്റ്റ് ജഡ്ജസ് കേസ് എന്നാണ്. ഫസ്റ്റ് ജഡ്ജസ് കേസ്. ഈ കേസിന്റെ വെർഡിക്റ്റ് പ്രകാരം ദി കോർട്ട് ഹെൽഡ് ദാറ്റ് കൺസൾട്ടേഷൻ ഡസ് നോട്ട് മീൻ concurrence and it only implies exchange of views. അതായത് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് കൊണ്ട് കൺകറൻസ് എന്നൊരു മീനിങ് ഇല്ല. അതായത് കൺസൾട്ട് ചെയ്യുമ്പോൾ എന്താണോ ജഡ്ജ് പറഞ്ഞത്, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷൻ ആണല്ലോ എടുക്കുന്നത്. കൺസൾട്ടേഷനകത്ത് അദ്ദേഹം പറഞ്ഞത് അതേപടി തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊരു മീനിങ് ഇതിനില്ല എന്നാണ് ഫസ്റ്റ് ജഡ്ജ് കേസിൽ സുപ്രീം കോടതി വെടിറ്റ് വന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. നമ്മളുടെ പ്രൊവിഷൻ ക്ലിയർ ആയിട്ട് അറിയുക. പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ചീഫ് ജസ്റ്റിസിന് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, പ്രസിഡന്റ് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ട് കൺസൾട്ട് ചെയ്യണം. ഇതാണ് പ്രൊവിഷൻ. ആ കൺസൾട്ടേഷൻ ടീമുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യത്തെ കേസ് ലോ വരുന്നത്. ആ കേസ് ലോ ഹാപ്പൻ ചെയ്യുന്നത് 1982-ലാണ്. ഫസ്റ്റ് ജഡ്ജസ് കേസ് എന്ന് പറയും. ഈ ഫസ്റ്റ് ജഡ്ജ് കേസ് പ്രകാരം സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് ഇതായിരുന്നു: കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ബൈൻഡിങ് അല്ല. അതായത് പ്രസിഡന്റ് കൺസൾട്ട് ചെയ്യുന്നു, ഒപ്പീനിയൻ ചോദിക്കുന്നു, ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം ആ ഒപ്പീനിയൻ തന്നെ നടപ്പിലാക്കണം എന്നുള്ള നിർബന്ധം ഇല്ല എന്നുള്ളതായിരുന്നു ഫസ്റ്റ് വെർഡിക്റ്റ്. ഓക്കെ, അതായത് 1982-ന് ശേഷം, 82-ലെ വിധി വന്നതിന് ശേഷം പ്രസിഡന്റിന് കൺസൾട്ടേഷൻ നടത്തി ചോദിക്കാം, ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം അതേപടി തന്നെ കാര്യങ്ങൾ നടത്തണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതാണ് കൺകറൻസ് ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂവിങ് ഓൺ, സെക്കൻഡ് ജഡ്ജസ് കേസ്. അതിനുശേഷം 1993-ലാണ് സെക്കൻഡ് ജഡ്ജസ് കേസ് വന്നത്. ഈ കേസ് പ്രകാരം കോടതിയുടെ വേർഡിക്റ്റ് മുമ്പ് നൽകിയ വേർഡിക്റ്റിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആണ്. ദി കോർട്ട് റിവേഴ്സ്ഡ് ഇറ്റ്സ് earlier ruling and changed the meaning of the word consultation to concurrence. മുമ്പ് കൺകറൻസ് അല്ല കൺസൾട്ടേഷൻ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 1993-ലെ ജഡ്ജ്മെന്റ് പ്രകാരം കൺകറൻസ് ആണ്. അതായത് ഉദ്ദേശിക്കുന്നത്, hence it ruled that the advice tendered by Chief Justice of India is binding on the President in the matters of appointment of the judges of Supreme Court, but Chief Justice would tender his advice on the matter after consulting two of the senior most colleagues. Okay, so ജഡ്ജിന്റെ വേർഡിക്റ്റ് ഇതായിരുന്നു. അതായത് സെക്കൻഡ് ജഡ്ജസ് കേസിലെ വേർഡിക്റ്റ് ഇതായിരുന്നു. വേർഡിക്റ്റ് പ്രകാരം ഫസ്റ്റ് ജഡ്ജസ് കേസിലെ വേർഡിക്റ്റ് എന്ന് പറയുന്നത് കൺസൾട്ടേഷൻ മാൻഡേറ്ററി അല്ല, കൺസൾട്ടേഷൻ വേണം, അത് കൺകറൻസ് അല്ല, അതായത് ബൈൻഡിങ് അല്ല. വേറസ് സെക്കൻഡ് ജഡ്ജസ് കേസ് പ്രകാരം സുപ്രീം കോടതി വേർഡിക്റ്റ് വന്നത് കൺസൾട്ടേഷന്റെ മീനിങ് കൺകറൻസ് എന്ന് തന്നെയാണ്. അതായത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആ ഒപ്പീനിയൻ പ്രകാരം തന്നെ പ്രസിഡന്റ് ആക്ട് ചെയ്തേ പറ്റൂ എന്നാണ് രണ്ടാമത്തെ വേർഡിക്റ്റ് വന്നത്. അതായത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം സ്വന്തമായിട്ട് കാര്യങ്ങൾ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണോ അപ്പോൾ അപ്പോയിന്റിംഗ് ബോഡി ആയിട്ട് മാറുന്നത്. ബിക്കോസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും എന്ന് പറയുമ്പോൾ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുന്ന ഏതൊരു പാർട്ടിയും അപ്പോയിന്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അത് ഒഴിവാക്കാനായിട്ട് ചീഫ് ജസ്റ്റിസിന് ഇത്തരത്തിലുള്ള ഒരു കൺകറൻസ് കൊടുക്കണമെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള ഒരു കൺകറൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇദ്ദേഹം കോടതിയിലെ രണ്ട് സീനിയർ മോസ്റ്റ് ജഡ്ജിന്റെ ഒപ്പീനിയൻ കൂടി കേൾക്കണം. രണ്ട് സീനിയർ മോസ്റ്റ് ജഡ്ജസിന്റെ ഒപ്പീനിയൻ കൂടി കേട്ടതിന് ശേഷം മാത്രമേ കൺകറൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ പ്രൊവിഷൻ മാറ്റി. സോ ഫസ്റ്റ് ജഡ്ജ് കേസിൽ വെർഡിക്റ്റ് പ്രകാരം കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ കൺകറൻസ് അല്ല എന്നാണ് വെർഡിക്റ്റ് വന്നത്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് പ്രസിഡന്റ് ചോദിക്കുന്നു, ചീഫ് ജസ്റ്റിസ് ഇന്ന ആളെ അപ്പോയിന്റ് ചെയ്യാൻ പറയുന്നു, അയാളെ തന്നെ അപ്പോയിന്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പ്രസിഡന്റിന് തീരുമാനിക്കാം ആരെ അപ്പോയിന്റ് ചെയ്യണമെന്ന്. രണ്ടാമത്തെ സെക്കൻഡ് ജഡ്ജ് കേസ് ആയപ്പോൾ ആ വെർഡിക്റ്റ് മാറുന്നു. അതായത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരുടെ പേരാണോ പറയുന്നത് ആ വ്യക്തിയെ തന്നെ
അപ്പോയിന്റ് ചെയ്യണം. ബിക്കോസ് കൺസൾട്ടേഷൻ മീൻസ് കൺകറൻസ് ദാറ്റ് വിൽ ബി ബൈൻഡിങ് ഓൺ പ്രസിഡന്റ്. പ്രസിഡന്റ് അതനുസരിച്ച് മാത്രമേ ആക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ചീഫ് ജസ്റ്റിസ് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ കൺസൾട്ടേഷൻ നടത്തുമ്പോൾ ഒരു ഇൻഡിവിജ്വലിനോടല്ല, ഒരു ഫോറം, ഒരു ബോഡി എന്നുള്ള രീതിയിൽ 2 സീനിയർ മോസ്റ്റ് ജഡ്ജിമാർ കൂടി ചീഫ് ജസ്റ്റിസിന്റെ ഒപ്പം 2 സീനിയർ മോസ്റ്റ് ജഡ്ജിമാർ കൂടി സജസ്റ്റ് ചെയ്തതിന് പേര് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളൊരു റൂളും കോടതി മുന്നോട്ട് വെച്ചു. സോ ചീഫ് ജസ്റ്റിസ് ബിഫോർ ഗിവിംഗ് കൺകറൻസ് ഹി മസ്റ്റ് കൺസൾട്ട് വിത്ത് 2 സീനിയർ മോസ്റ്റ് കൊളീഗ്സ്. 2 സീനിയർ മോസ്റ്റ് കൊളീഗ്സുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഇൻഡിവിജ്വലിന്റെ പേര് അപ്പോയിന്റ്മെന്റിന് വേണ്ടി പറയാൻ പാടുള്ളൂ. സോ സെക്കൻഡ് ജഡ്ജ് കേസ് വരെ എത്തുമ്പോൾ ഇങ്ങനെയാണ് സിറ്റുവേഷൻ. ദെൻ തേർഡ് ജഡ്ജസ് കേസ് 1998. സെക്കൻഡ് ജഡ്ജസ് കേസ് 1993-ലായിരുന്നു. 1998-ലെ തേർഡ് ജഡ്ജസ് കേസ്, ഇവിടെ ദി കോർട്ട് ഒപ്പീൻഡ് ദാറ്റ് the consultation process to be adopted by Chief Justice of India requires consultation of plurality of judges. അതായത് the sole opinion of Chief Justice of India does not constitute the consultation process. He should consult a collegium of 4 senior most judges of Supreme Court, and even if 2 judges give an adverse opinion, he should not send the recommendation ടു ദി പ്രസിഡന്റ്. അതായത് ഇതുവരെ പറഞ്ഞ രീതിയിൽ നിന്നും കുറച്ചുകൂടി മാറ്റം വരുത്തിയിട്ട് അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഒരു കൊളീജിയം രൂപീകരിക്കുക. ഓക്കെ, ഈ വെഡിറ്റ് പ്രകാരം അപ്പോയിന്റ്മെന്റ് നടത്തേണ്ടത് സെയിം രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് മാത്രമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന പരിപാടി പറ്റില്ല. കഴിഞ്ഞ കേസ് വെഡിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ കേസ് വെഡിറ്റ് പ്രകാരം സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന് റെക്കമെൻഡ് ചെയ്യാം. ചെയ്യുന്നതിന് മുമ്പ് 2 സീനിയർ മോസ്റ്റ് ജഡ്ജസിനോട് ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ തേർഡ് കേസ് ലോ ആകുമ്പോൾ സിറ്റുവേഷൻ മാറുവാണ്. ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സ്വന്തമായിട്ട് ഒരു കാര്യവും തീരുമാനിക്കാൻ പറ്റില്ല. ചീഫ് ജസ്റ്റിസ് ആദ്യം കൊളീജിയത്തിന്റെ ഒപ്പീനിയൻ തേടണം. കൊളീജിയം എന്ന് പറയുന്നത് 4 മെമ്പർ ബോഡിയാണ്. ഈ 4 മെമ്പർ ബോഡിയിൽ 2 പേരെങ്കിലും നോ പറയുവാണെങ്കിൽ ആ ഒപ്പീനിയൻ നടക്കില്ല. ഓക്കെ, അതായത് 3 പേരെങ്കിലും എഗ്രി ചെയ്താലേ ഒപ്പീനിയനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ്. കൊളീജിയത്തിൽ 4 പേരുള്ളതിൽ 3 പേരെങ്കിലും എഗ്രി ചെയ്താലേ അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഒപ്പീനിയനുമായിട്ട്, അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള ഒപ്പീനിയനുമായിട്ട് ചീഫ് ജസ്റ്റിസിന് സജഷൻ കൊടുക്കാൻ സാധിക്കും. ഇതാണ് കൊളീജിയം സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി ഷുഡ് കൺസൾട്ട് എ കൊളീജിയം ഓഫ് 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട്, ആൻഡ് ഈവൻ ഇഫ് 2 ജഡ്ജസ് gives an adverse opinion, he should not send the recommendation to the president. ഈ 4 പേരിൽ 2 പേരെങ്കിലും എതിർക്കുകയാണെങ്കിൽ ആ റെക്കമെൻഡേഷൻ മുന്നോട്ട് കൊടുക്കാൻ സാധിക്കില്ല. Then the court held that recommendation made by Chief Justice of India without complying with the norms and requirements of consultation process are not binding on the government. Actually ഈ പറയുന്ന കൺസൾട്ടേഷൻ പ്രോസസ് ഇതേ ഫോർമാലിറ്റിയിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ആ റെക്കമെൻഡേഷൻ ഗവൺമെന്റിന് ബൈൻഡിങ് ആയിരിക്കില്ല. ഓക്കെ, സോ ഈ പറയുന്ന നോംസ് അനുസരിച്ച് there must be നോംസ് എന്ന് പറയുന്നത് ഒരു കൊളീജിയം ഉണ്ടായിരിക്കണം. ആ കൊളീജിയത്തിലെ 4 മെമ്പേഴ്സ് ഉണ്ടാവണം. ഈ 4 ജഡ്ജിമാരിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 4 ജഡ്ജിമാരാണ് വേണ്ടത്. ഈ 4 ജഡ്ജിമാരിൽ 2 പേരെങ്കിലും ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്കമെൻഡേഷൻ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. അതായത് ഈ 4 പേരിൽ 3 പേരെങ്കിലും എഗ്രി ചെയ്താലേ റെക്കമെൻഡേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതായിരുന്നു തേർഡ് ജഡ്ജസ് കേസിന്റെ വെഡിക്റ്റ്. 3 കേസ് ലോസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് കേസ് ലോ, ഫസ്റ്റ് ജഡ്ജസ് കേസാണ്. അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഫസ്റ്റ് ജഡ്ജസ് കേസിൽ സുപ്രീം കോടതി വെഡിക്റ്റ് പ്രകാരം കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ കൺകറൻസ് അല്ല. അതുകൊണ്ട് കൺസൾട്ട് ചെയ്തു കഴിഞ്ഞാലും പ്രസിഡന്റിന് തീരുമാനിക്കാം ആരെ വേണമെങ്കിലും, തീരുമാനിക്കുന്ന ആരെ വേണമെങ്കിലും അപ്പോയിന്റ് ചെയ്യാം. ചീഫ് ജസ്റ്റിസിന്റെ ഒപ്പീനിയൻ ബൈൻഡിങ് അല്ല. രണ്ടാമത്തെ കേസ് സെക്കൻഡ് ജഡ്ജസ് കേസ് പ്രകാരം ചീഫ് ജസ്റ്റിസിന്റെ ഒപ്പീനിയൻ ബൈൻഡിങ് ആക്കി മാറ്റി. അതായത് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ കൺകറൻസ് തന്നെയാണ്. ഇറ്റ് വിൽ ബി ബൈൻഡിങ് ഓൺ പ്രസിഡന്റ്. പ്രസിഡന്റ് അതേ പാർട്ടിയെ മാത്രമേ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ബിഫോർ ഗിവിംഗ് കൺസൾട്ടേഷൻ ചീഫ് ജസ്റ്റിസ് 2 സീനിയർ മോസ്റ്റ് ജഡ്ജസിനോട് റെക്കമെൻഡേഷൻ ചോദിക്കണം. അവരുടെ ഒപ്പീനിയനോട് കേട്ടതിന് ശേഷം മാത്രമേ കൺസൾട്ടേഷൻ നൽകാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു റൂൾ. അവിടെയും
ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെയാണ് കൺസൾട്ടേഷൻ നൽകുന്നത്. മൂന്നാമത്തെ ലെവലിലേക്ക് പോയാൽ, അതായത് തേർഡ് ജഡ്ജസ് കേസ് ഓഫ് 1998 ശേഷം ചീഫ് ജസ്റ്റിസിന് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ നടത്തുന്ന പർപ്പസ് പാടില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ്. സുപ്രീം കോടതി അതിന് പകരം പറയുന്ന ഒരു സിസ്റ്റമാണ് കൊളീജിയം സിസ്റ്റം. കൊളീജിയം സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർ മസ്റ്റ് ബി എ പാനൽ, ഒരു കൊളീജിയം ഉണ്ടാവണം. 4 പേരടങ്ങിയ 4 സീനിയർ മോസ്റ്റ് ജഡ്ജ് അടങ്ങിയ ഒരു ഗ്രൂപ്പിംഗ് ഫോം ചെയ്യണം. ഈ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസിൽ 3 പേരെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിസിഷനെ, ഒരു അപ്പോയിൻമെന്റ് മാത്രമേ കൺസൾട്ടേഷൻ വഴി കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നീട് വന്നത് 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. 2014 പാസ്സാക്കിയ 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഇത് പ്രകാരം അപ്പോയിന്റ്മെന്റിന്റെ കൊളീജിയം സിസ്റ്റം അങ്ങ് അബോളിഷ് ചെയ്തിട്ട് അതിന് പകരം ഒരു അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ പേരാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കൗൺസിൽ ഓർ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ, NJAC എന്ന് പറയും. 2014 ക്രിയേറ്റ് ചെയ്ത ഫോറമാണ് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് നടത്താൻ വേണ്ടി മാത്രമുള്ള ഒരു സെപ്പറേറ്റ് ബോഡി. ഓക്കെ, ഇതിനു മുമ്പുള്ള കൊളീജിയം സിസ്റ്റത്തെ കൊളീജിയം സിസ്റ്റം നിർത്തിയിട്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. ഇറ്റ് വാസ് ഓപ്പറേഷണൽ ഫ്രം 2014 സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വാട്ട് ഹാപ്പൻഡ് വാസ്, ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 the Supreme Court declared that 99th Constitutional Amendment Act and there was a separate act that is called NJAC Act, National Judicial Appointments Council Act. ഇത് രണ്ടും വോയിഡ് ആണ് എന്ന് സുപ്രീം കോടതി വേർഡിക്റ്റ് വന്നു. അതായത് 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഒരു സെപ്പറേറ്റ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതോടൊപ്പം തന്നെ ആ കമ്മീഷനെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ടും പാസ്സാക്കിയിരുന്നു. ആ ആക്ടാണ് NJAC ആക്ട്. ഈ 2 പ്രൊവിഷനും നൾ ആൻഡ് വോയിഡ് ആണെന്ന് 2015 സുപ്രീം കോടതി വിധിച്ചു. അതിനുള്ള റീസൺ ആയി പറഞ്ഞത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അപ്പോയിന്റ്മെന്റ്സിനകത്ത് ഒരു ഫോറം, ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് ഇല്ലാതെയാക്കുകയാണെന്ന്. ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അതിന്റെ ഇൻഡിപെൻഡൻസ് ഇതോടുകൂടി ഇല്ലാതാകും. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ജുഡീഷ്യറിക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട്, അതിന് എഗെയിൻസ്റ്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു ബോഡി എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നു. സോ അതോടുകൂടി NJAC എന്ന് പറയുന്ന അപ്പോയിന്റ്മെന്റ്സ് കൗൺസിൽ ഇല്ലാതെയായി. ഓക്കെ, ദെൻ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് 2015 തൊട്ട് 2015 സിറ്റുവേഷൻ നമ്മൾ 4th ജഡ്ജസ് കേസ് എന്ന് പറയും. 4th ജഡ്ജസ് കേസ് 2015 തൊട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏർലിയർ ഫോളോ ചെയ്തിരുന്ന കൊളീജിയം സിസ്റ്റം തന്നെയാണ്. ഓക്കെ, ദെൻ ദി കോർട്ട് ഒപ്പീൻഡ് ദാറ്റ് ദ ന്യൂ സിസ്റ്റം വുഡ് അഫക്റ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി. ദാറ്റ്സ് വൈ കൊളീജിയം സിസ്റ്റത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി കോടതി തീരുമാനിച്ചു. സോ ഇത്രയുമാണ് ദീസ് ആർ ദി കോൺട്രവേഴ്സീസ് ഹാപ്പൻഡ് ഇൻ റിലേഷൻ ടു അപ്പോയിന്റ്മെന്റ്സ് ടു ജുഡീഷ്യറി. ജുഡീഷ്യറിയിലേക്കുള്ള ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാമാണ് കോൺട്രവേഴ്സീസ്, ഇതെല്ലാമാണ് കേസ് ലോസ്. ഇപ്പോൾ നിലവിൽ ഫോളോ ചെയ്യുന്നത് കൊളീജിയം സിസ്റ്റം തന്നെയാണ്. കൊളീജിയം സിസ്റ്റത്തിൽ ഒരു പാനൽ ഉണ്ടാവും, 4 പേരുടെ, 4 സീനിയർ മോസ്റ്റ് ജഡ്ജസിന്റെ പാനൽ ഉണ്ടാവും. ആ പാനലായിരിക്കും ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ? നമ്മളൊന്നുകൂടി പറയുന്നു. ഫസ്റ്റ് ജഡ്ജ് കേസ് 1982, അവിടെയുള്ള വെർഡിക്റ്റ് പ്രകാരം സുപ്രീം കോർട്ട് പറഞ്ഞത് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ കൺകറൻസ് എന്നൊരു അർത്ഥമില്ല, അതുകൊണ്ട് കൺസൾട്ട് ചെയ്തു എന്നതുകൊണ്ട് പ്രസിഡന്റിന് അത് ബൈൻഡിങ് ആണെന്ന് പറയാൻ സാധിക്കില്ല. സെക്കൻഡ് ജഡ്ജ് കേസ് ആയപ്പോൾ ഈ ഒപ്പീനിയൻ സുപ്രീം കോടതി തിരുത്തി. സുപ്രീം കോടതി പറഞ്ഞു കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ കൺകറൻസ് തന്നെയാണ്, ഡിസിഷൻ എന്താണോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുന്നത് അത് ഫോളോ ചെയ്തേ പറ്റൂ. പക്ഷേ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ കൊടുക്കുന്നതിന് മുമ്പ് 2 സീനിയർ മോസ്റ്റ് ജഡ്ജസിന്റെ സജഷൻ ചോദിച്ചിട്ടുണ്ടാവണം, റെക്കമെൻഡേഷൻ ചോദിച്ചിട്ടുണ്ടാവണം. ദെൻ തേർഡ് ജഡ്ജ് കേസ് 1998 ആയപ്പോൾ ഇതേ ഒപ്പീനിയൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ 2 സീനിയർ മോസ്റ്റ് ജഡ്ജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കളഞ്ഞിട്ട് ഒരു കൊളീജിയം ക്രിയേറ്റ് ചെയ്തു. അപ്പോയിന്റ്മെന്റ്സ് നടത്താൻ വേണ്ടി 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഉള്ള ഒരു കൊളീജിയം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കൊളീജിയത്തിന്റെ തീരുമാനം, അതായത് കൊളീജിയത്തിൽ 2 പേരെങ്കിലും എതിർക്കുകയാണെങ്കിൽ റെക്കമെൻഡേഷൻ ചീഫ് ജസ്റ്റിസിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല.
4 പേരിൽ 3 പേര് എഗ്രി ചെയ്താൽ മാത്രമേ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ദെൻ അതിനുശേഷം ഇൻ ബിറ്റ്വീൻ 2014 ഒരു ആക്ട് പാസ്സായിക്കൊണ്ട് പാർലമെന്റ് പുതിയൊരു ബോഡിയെ നിയമിച്ചു. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കൗൺസിൽ എന്ന് പറയും. ഈ ബോഡി ക്രിയേറ്റ് ചെയ്യുകയും ഈ ബോഡി വഴി അപ്പോയിന്റ്മെന്റ്സ് നടത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ ഇത് സുപ്രീം കോടതിയുടെ ഇൻഡിപെൻഡൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും, ഇൻഡിപെൻഡൻസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഈ ബോഡിയെ സ്ക്രാപ്പ് ചെയ്തു. തുടർന്ന് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന സിസ്റ്റം ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സിന് കൊളീജിയം സിസ്റ്റം തന്നെയാണ്. 3rd ജഡ്ജ് കേസിലെ ഫോളോ ചെയ്തിരുന്ന അതേ സിസ്റ്റമാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത്. 4 അംഗമടങ്ങിയ 4 പേരടങ്ങിയ ഒരു കൊളീജിയം ഫോം ചെയ്യണം. ഈ 4 പേരിൽ 3 പേരെങ്കിലും എഗ്രി ചെയ്യുകയാണെങ്കിൽ റെക്കമെൻഡേഷൻ പ്രസിഡന്റിന് കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് അപ്പോയിന്റ്മെന്റ്സ്. മൂവിങ് ഓൺ, ക്വാളിഫിക്കേഷൻ ഓഫ് ജഡ്ജസ്. ജഡ്ജസിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയാവുന്നത് ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഫസ്റ്റ് വൺ. രണ്ടാമതായിട്ട് 3 കണ്ടീഷനാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജ് ആകണമെങ്കിൽ 3 ബേസിക് കണ്ടീഷനാണ് ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷൻ, ഹി ഷുഡ് ഹാവ് ബീൻ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ ഹൈക്കോർട്ട്സ് ഇൻ സക്സഷൻ ഫോർ 5 years. 5 വർഷമെങ്കിലും ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയിരിക്കണം. അത് ഒരു ഹൈക്കോർട്ടിലെ ആകാം, അല്ലെങ്കിൽ പല ഹൈക്കോർട്ടിലെ ആകാം. അങ്ങനെ ടോട്ടൽ 5 വർഷമെങ്കിലും ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഹി ഷുഡ്, ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ he should have been an advocate of high court or high courts in succession for 10 years. കഴിഞ്ഞ 10 വർഷമായിട്ട്, അല്ലെങ്കിൽ 10 വർഷമെങ്കിലും ഹൈക്കോർട്ടിലെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. മൂന്നാമതായിട്ട്, he should be a distinguished jurist in the opinion of president. ഇത് രണ്ടുമല്ലെങ്കിൽ ഇദ്ദേഹം പ്രസിഡന്റിന്റെ ഒപ്പീനിയനിൽ ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ആണ്, അത്രയും വാല്യൂ ഉള്ള ഒരു നല്ല ജൂറിസ്റ്റ് ആണ് എന്ന് പ്രസിഡന്റ് ഒപ്പീനിയൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ജഡ്ജ് ആകാനുള്ള അധികാരമുണ്ട്. സോ ജഡ്ജ് ആകാനുള്ള 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ബേസിക്കലി 2 ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ഹൈക്കോർട്ടിലെ ജഡ്ജായിട്ട് 5 വർഷമെങ്കിലും ഇരുന്ന വ്യക്തിയായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്ത വ്യക്തിയായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷനായിട്ട്, ഹി ഈസ് എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റ് ഒപ്പീനിയനിൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ആണ് ഈ ഇൻഡിവിജ്വൽ എന്ന് പ്രസിഡന്റ് ഒപ്പീനിയൻ ചെയ്യുകയാണെങ്കിലും പോസിബിൾ ആണ്. സോ അത്രയുമാണ് ക്വാളിഫിക്കേഷൻസ്. ദെൻ അബൌട്ട് ടെന്യൂർ നോക്കുകയാണെങ്കിൽ, he holds the office until he attains the age of 65 years. ഒരു ജഡ്ജിന്റെ ടെന്യൂർ ആണ് 65 വയസ്സാകുന്നത് വരെ ഇദ്ദേഹത്തിന് ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യാം, ജഡ്ജായിട്ട് കണ്ടിന്യൂ ചെയ്യാം. Any question relating to the age is to be determined by such authority in such a manner provided by parliament. ഏജുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ, ഏജിന്റെ ഏജ് ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ അത് തീരുമാനിക്കുന്നത് പാർലമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ബോഡി ആയിരിക്കും. അവരായിരിക്കും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. സോ ഫസ്റ്റ്, ടെന്യൂർ എന്ന് പറയുന്നത് 65 വയസ്സ് തികയുന്നത് വരെയാണ് ജഡ്ജസിന്റെ ടെന്യൂർ. രണ്ടാമതായിട്ട്, ഹി ക്യാൻ റിസൈൻ ഫ്രം ഹിസ് ഓഫീസ് ബൈ റൈറ്റിംഗ് ടു പ്രസിഡന്റ്. ഓഫീസ് വേക്കന്റ് ആകാനുള്ള സിറ്റുവേഷൻ ആണ്. പ്രസിഡന്റിന് റെസിഗ്നേഷൻ എഴുതിയിട്ട് രാജിവെച്ച് പോകാനുള്ള അധികാരമുണ്ട്. ആൻഡ് ഹി ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദി ഓഫീസ് ബൈ ദി പ്രസിഡന്റ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് പാർലമെന്റ്. പാർലമെന്റ് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കി ജഡ്ജിനെ പുറത്താക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെയും ജഡ്ജസിനെ പുറത്താക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ 3 കണ്ടീഷൻസ് ആണ് ബേസിക്കലി വരുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, നോർമലി 65 വയസ്സ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകണം, അതാണ് കംപ്ലീറ്റ് ടെന്യൂർ. ഇൻ ബിറ്റ്വീൻ ഇദ്ദേഹത്തിന് പ്രസിഡന്റിന് റെസിഗ്നേഷൻ വെച്ചുകൊണ്ട് പിരിഞ്ഞു പോകാം. അല്ലെങ്കിൽ പാർലമെന്റ് പുറത്താക്കുകയാണെങ്കിൽ, പാർലമെന്റ് പ്രസിഡന്റിനെ റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ ഇൻഡിവിജ്വലിനെ പുറത്താക്കണം, ചുമ്മാ റെക്കമെൻഡ് ചെയ്യുകയല്ല, ഒരു സ്പെഷ്യൽ മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ പോസിബിൾ. സോ എങ്ങനെയാണ് റിമൂവൽ എന്ന് നമുക്ക് നോക്കാം. എ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ബൈ ആൻ ഓർഡർ ഓഫ് ദി പ്രസിഡന്റ്. സോ ആസ് ഐ സെഡ്, പ്രസിഡന്റിന് പുറത്താക്കാമെന്ന് പറഞ്ഞു. പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ പാർലമെന്റ് പാസ്സാക്കിയ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയ ഒരു റെസൊല്യൂഷൻ ഇദ്ദേഹത്തിന്റെ കയ്യിലെത്തിയിട്ടുണ്ടാവണം. ഓക്കെ,
That is the basic condition. The address must be supported by a special majority of each house of the parliament. രണ്ട് ഹൗസിലും സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ജഡ്ജിനെ പുറത്താക്കാൻ സാധിക്കൂ. Then the majority of total membership of the house and the majority of not less than 2/3 of the members of the house present and voting. So total membershipന്റെ പകുതിയിൽ കൂടുതൽ പേരെങ്കിലും എഗ്രി ചെയ്യണം. അത് കൂടാതെ പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, ഇപ്പോൾ വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ള എത്ര ഇൻഡിവിജ്വൽ ഉണ്ടോ, പ്രസന്റ് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ള എത്ര ഇൻഡിവിജ്വൽ ഉണ്ടോ ആ ടോട്ടൽ നമ്പറിന്റെ 2/3 എങ്കിലും എഗ്രി ചെയ്താൽ മാത്രമേ ജഡ്ജിനെ പുറത്താക്കാൻ സാധിക്കൂ. സോ there must be special majority എന്ന് ഓർക്കുക. പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ജഡ്ജസിനെ പുറത്താക്കാൻ സാധിക്കും. ആൻഡ് there is a ground. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഗ്രൗണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, there must be a proven misbehavior. ഈ ഇൻഡിവിജ്വലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്തൊരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ there is something called incapacity. ഇൻഡിവിജ്വലിന് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ ഒരു ഇൻകപ്പാസിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. സോ കണ്ടീഷൻസ് രണ്ടെണ്ണമാണ്, പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഈ രണ്ട് ഗ്രൗണ്ടിൽ മാത്രമേ പ്രസിഡന്റിന് പുറത്താക്കാൻ സാധിക്കൂ. സോ പ്രസിഡന്റ് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അപ്പോയിന്റിംഗ് അതോറിറ്റിക്കാണ് റിമൂവ് ചെയ്യാനുള്ള പവർ. പ്രസിഡന്റ് പുറത്താക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡിസിഷൻ എടുക്കുന്നത് പാർലമെന്റ് ആണ്. സോ റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൂടെ അറിയേണ്ടതുണ്ട്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ there are some conditions. ആ കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം the removal motion must be signed by 100 members in case of Lok Sabha or 50 members in case of Rajya Sabha. ഇങ്ങനെ ഒരു റിമൂവൽ മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു മോഷൻ, സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പാർലമെന്റിലെ ലോക്സഭയിലാണ് ഈ മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 100 പേരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവണം. 100 പേരെങ്കിലും ആ ബില്ലിൽ, ആ മോഷനിൽ സൈൻ ചെയ്താൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ. ഇനി രാജ്യസഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഇത്തരത്തിലുള്ള മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 50 പേരെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമതായിട്ട്, ദി സ്പീക്കർ ഇൻ കേസ് ഓഫ് ലോക്സഭ ആൻഡ് ചെയർപേഴ്സൺ ഇൻ കേസ് ഓഫ് രാജ്യസഭ മേ അഡ്മിറ്റ് ദി മോഷൻ ഓർ റെഫ്യൂസ് ടു അഡ്മിറ്റ് ഇറ്റ്. ദാറ്റ്സ് അപ് ടു ദി സ്പീക്കർ ഓർ ചെയർപേഴ്സൺ. ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ തീരുമാനിക്കും ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. രാജ്യസഭയിലാണെങ്കിൽ ചെയർപേഴ്സൺ, ദാറ്റ് ഈസ് വൈസ് പ്രസിഡന്റ്, അദ്ദേഹം തീരുമാനിക്കും ബില്ല് അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന്. രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു റിമൂവലുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിൽ റിമൂവ് ചെയ്യാനുള്ള ഒരു മോഷൻ സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലോക്സഭയാണെങ്കിൽ 100 പേരെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടാവണം, രാജ്യസഭയാണെങ്കിൽ 50 പേരെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ, മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് ദെൻ അതോടൊപ്പം ഓർക്കേണ്ടത്, ഇത്തരത്തിലൊരു മോഷൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ തീരുമാനിക്കുന്നത് ആ സഭയിലെ ചെയറാണ്. ദാറ്റ് മീൻസ് ലോക്സഭയാണെങ്കിൽ സ്പീക്കർ വിൽ ഡിസൈഡ്, രാജ്യസഭയാണെങ്കിൽ ചെയർപേഴ്സൺ വിൽ ഡിസൈഡ്. Then if it is admitted, then speaker or chairperson is to contribute 3-member committee to investigate into the charges. എന്താണ് ഈ പ്രൂവൻ മിസ്ബിഹേവിയർ, എന്താണ് ഇൻകപ്പാസിറ്റി എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ഒരു 3-അംഗ സമിതിയെ രൂപീകരിക്കും. 3 പേരടങ്ങിയ ഒരു കമ്മിറ്റി, ചെയർപേഴ്സൺ, രാജ്യസഭയിലാണെങ്കിൽ ചെയർപേഴ്സൺ, ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ, ഒരു 3-അംഗ സമിതിയെ നിയോഗിക്കും. ഇവരാണ് പഠിക്കുന്നത്, ഇവരിതിനെപ്പറ്റി പഠിക്കും. സോ കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ട അംഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്, സുപ്രീം കോർട്ടിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ജഡ്ജ് ഈ കമ്മിറ്റിയിൽ ഉണ്ടാവണം. രണ്ടാമതായിട്ട് എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, ഹൈക്കോർട്ടിൽ നിന്നുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാവണം. ദെൻ ദർ മസ്റ്റ് ബി എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ്, ഒരു ജൂറിസ്റ്റും. ഇവർ 3 പേരടങ്ങിയ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. ഈ കമ്മിറ്റി ഈ വിഷയത്തെ പറ്റി പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം സഭയിൽ അവരുടെ റെക്കമെൻഡേഷൻ മുന്നോട്ട് വയ്ക്കും. അവരുടെ റെക്കമെൻഡേഷൻ സഭയിൽ മുന്നോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത് ഡിസ്കഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ദിസ് ഇസ് ദി കണ്ടീഷൻസ്. ഇത്രയും കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടാണ് റിമൂവൽ ഓഫ് ജഡ്ജസ് പോസിബിൾ ആവുള്ളൂ. അതായത് റെക്കമെൻഡേഷൻ വന്നതിന് ശേഷം വോട്ടിങ്ങിന് ഇടുന്നു,
ആ വോട്ടിങ്ങിലാണ് റിമൂവലിനെ പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുന്നത്. ഇൻ ദാറ്റ് കേസ് അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ 2/3 മെജോറിറ്റി കിട്ടുവാണെങ്കിൽ ആ സഭയിൽ അത് പാസ്സാകും എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റിമൂവൽ ഓഫ് ജഡ്ജസ്. ഇനി ഒരു സെപ്പറേറ്റ് പോസ്റ്റ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അവൈലബിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് സീനിയർ മോസ്റ്റ് ജഡ്ജിന് ആക്ട് ചെയ്യാം. ദി പ്രസിഡന്റ് ക്യാൻ അപ്പോയിന്റ്, അത് പ്രസിഡന്റ് ആണ് തീരുമാനിക്കുന്നത്. നോർമൽ കേസിൽ സീനിയർ മോസ്റ്റ് ജഡ്ജിനെ ആയിരിക്കും ചീഫ് ജസ്റ്റിസിന്റെ താൽക്കാലികമായിട്ട് ആ പോസ്റ്റ് ആ പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ദി പ്രസിഡന്റ് ക്യാൻ അപ്പോയിന്റ് എ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട് ആസ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വെൻ ദി ഓഫീസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇസ് വേക്കൻറ്റ്. ഒന്നെങ്കിൽ ആ പോസ്റ്റ് ഇല്ലാതെ അദ്ദേഹം ഒന്നെങ്കിൽ റിട്ടയർ ആയി, അല്ലെങ്കിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഇൻകേപ്പബിൾ ആയി, റിമൂവ് ചെയ്തു. ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ പോസ്റ്റ് വേക്കൻ്റ് ആയി കഴിഞ്ഞാൽ പ്രസിഡന്റിന് ഒരാളെ അപ്പോയിന്റ് ചെയ്യാം. രണ്ടാമതായിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് ടെമ്പററിലി ആബ്സെന്റ്, താൽക്കാലികമായിട്ട് ആബ്സെന്റ് ആണ്. മൂന്നാമതായിട്ട് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് അൺഏബിൾ ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ്, ഈ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഇപ്പോൾ താൽക്കാലികമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ഈ 3 കേസിലും പ്രസിഡന്റിന് ഒരു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അഡ്ഹോക്ക് ജഡ്ജസ് ഉണ്ട്. അഡ്ഹോക്ക് ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മാറ്ററിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, ഒരു പർട്ടിക്കുലർ കേസ് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയൊക്കെ മാത്രമായിട്ട് രൂപീകരിക്കുന്ന പോസ്റ്റാണ്. താൽക്കാലികമായിട്ടുള്ള പ്രൊവിഷൻ സുപ്രീം കോടതി അഡ്ഹോക്ക് ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ദെൻ സുപ്രീം കോർട്ടിന്റെ ഇൻഡിപെൻഡൻസ്. ഓൾറെഡി സെഡ് ഇൻഡിപെൻഡൻസിന്റെ കൺസെപ്റ്റ് എന്താണെന്ന്. സുപ്രീം കോർട്ട് ഈസ് ഇൻഡിപെൻഡന്റ് ഫ്രം ജുഡീഷ്യറി, സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ജുഡീഷ്യറി ഈസ് ഇൻഡിപെൻഡന്റ് ഫ്രം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ബോഡി ആയിട്ടാണ് സുപ്രീം കോർട്ടിനെ നിലനിർത്തിയിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് നടത്താൻ വേണ്ടി, ആ ഒരു കൺസെപ്റ്റ് പ്രാവർത്തികമാക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്. അപ്പോയിന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഒരു കൊളീജിയം സിസ്റ്റമാണ്. ആ കൊളീജിയം ഇസ് കൺസിസ്റ്റിംഗ് ഓഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ജഡ്ജസ് തന്നെയാണ് അപ്പോയിന്റ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുവഴി സുപ്രീം കോർട്ടിൽ പാർലമെന്റിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. രണ്ടാമതായിട്ട് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ ടെന്യൂർ. റിമൂവ് ചെയ്യണമെങ്കിൽ 2 ഗ്രൗണ്ട്സേ ഉള്ളൂ, പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. അത് രണ്ടും വരാത്ത സിറ്റുവേഷനിൽ ഒരിക്കൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇൻഡിവിജ്വലിന് ജഡ്ജായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം അപ് ടു 65 years. ദെൻ ഫിക്സ്ഡ് സർവീസ് കണ്ടീഷൻസ്. ഒരു ഇൻഡിവിജ്വലിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസ് കണ്ടീഷൻ അപ്പോയിന്റ്മെന്റിൽ എന്തായിരുന്നോ അതനുസരിച്ച് തന്നെയായിരിക്കും അദ്ദേഹം കണ്ടിന്യൂ ചെയ്യാവും. സർവീസ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ യു മസ്റ്റ് നോ അതിന്റെ സാലറി, അലവൻസസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോയിന്റ്മെന്റ് ടൈമിൽ എങ്ങനെയായിരുന്നോ അതിൽ നിന്നും കുറയ്ക്കാനുള്ള അധികാരം പാർലമെന്റിലില്ല. ഓക്കെ, അതാണ് ഫിക്സ്ഡ് സർവീസ് കണ്ടീഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സ്പെൻസസ് ആർ ചാർജ്ഡ് ടു കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞതാണ്. ഇൻ കേസ് ഓഫ് നമ്മൾ ലാസ്റ്റ് ഡേ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻ ചെയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സാലറിയും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ് ചാർജ് ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ ഇവിടെയും എക്സ്പെൻസ് ചാർജ് ചെയ്യുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ്. സോ ദാറ്റ് പാർലമെന്റിന് അതിന്റെ വാല്യൂ കുറയ്ക്കാൻ സാധിക്കില്ല. അതാണ് ബേസിക് തിങ്. ദെൻ കണ്ടക്ട് ഓഫ് ജഡ്ജസ് കാനോട്ട് ബി ഡിസ്കസ്ഡ് ഇൻ പാർലമെന്റ്. ജഡ്ജസ് ചെയ്യുന്ന ഒരു ആക്റ്റും, ജഡ്ജസിന്റെ വെഡിറ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും, അവരുടെ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അവരുമായി ബന്ധപ്പെട്ട ഒരു മാറ്ററും തന്നെ പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ കണ്ടക്ട് ഓഫ് ജഡ്ജസ് കാനോട്ട് ബി ഡിസ്കസ്ഡ് ഇൻ പാർലമെന്റ്. പാർലമെന്റിലെ ഹൗസിലെ ജഡ്ജസിന്റെ കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ പോസിബിൾ അല്ല. അതും അവരുടെ സെക്യൂരിറ്റിയും അവരുടെ ഇൻഡിപെൻഡൻസും അഷ്യൂർ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ ബാൻ ഓൺ പ്രാക്ടീസ് ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം വേറെ പ്രാക്ടീസസ് പാടില്ല. പവർ ടു പണിഷ് ഫോർ ഇറ്റ്സ് കണ്ടംപ്റ്റ്. ഈ പറയുന്ന വെഡിറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോടതി അലക്ഷ്യം എന്ന് പറയുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പണിഷ് ചെയ്യാനുള്ള അധികാരം, അത് MP-മാരായാലും MLA-മാരായാലും ആരായാലും കോടതി അലക്ഷ്യം തന്നിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പണിഷ് ചെയ്യാനുള്ള അധികാരം കോർട്ടിനുണ്ട്. ഓക്കെ, കോടതിക്ക് തന്നെ പണിഷ് ചെയ്യാം. Then power to punish for its contempt. Next is freedom to appoint its staff.
കോർട്ടിലെ സ്റ്റാഫിനെ, സുപ്രീം കോടതി സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സുപ്രീം കോടതി തന്നെയാണ്. എക്സ്റ്റേണൽ പാർട്ടീസ് ഒന്നുമില്ല, സുപ്രീം കോടതിയായിട്ടാണ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല, അത് അഷ്വർ ചെയ്യാൻ വേണ്ടിയാണത്. Then its jurisdiction cannot be curtailed. Means കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് സുപ്രീം കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ജൂറിസ്ഡിക്ഷൻ കുറയ്ക്കാനുള്ള അധികാരം പാർലമെന്റിനില്ല. പാർലമെന്റ് ചെയ്യാവുന്നത് അഡീഷണൽ ജൂറിസ്ഡിക്ഷൻ കൊടുക്കാം, ഇന്ന ഏരിയയിലും കൂടി സുപ്രീം കോടതിക്ക് പവർ കൊടുക്കാം, അല്ലാതെ സുപ്രീം കോടതിയുടെ നിലവിലുള്ള പവർ എടുത്തു കളയാനുള്ള അധികാരം പാർലമെന്റിനില്ല. ആൻഡ് ഫൈനലി സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തന്നെ ആർട്ടിക്കിൾ 50 പ്രകാരം തന്നെ ജുഡീഷ്യറിയെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ ഒരു രീതിയിലും കണക്ട് ചെയ്യപ്പെടുന്നില്ല. ഇത് രണ്ടും സെപ്പറേറ്റ് ബോഡി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും ചെയ്യുന്നത് വഴി സുപ്രീം കോർട്ടിന്റെ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ബാക്കിയുള്ള ബോഡിയായിട്ട് എക്സിക്യൂട്ടീവോ ലെജിസ്ലേച്ചറോ ആയിട്ട് ഒരു രീതിയിൽ മിക്സ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്നത്. Then next is about jurisdiction of Supreme Court. Supreme Courtന്റെ jurisdiction എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണ്? സോ ബേസിക്കലി 8 ബേസിക് പവേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ബേസ്ഡ് ഓൺ ജൂറിസ്ഡിക്ഷൻ. സുപ്രീം കോടതിക്ക് ഒരു ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ദെൻ റിട്ട് ജൂറിസ്ഡിക്ഷൻ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, a court of record, then power of judicial review, constitutional interpretation, and there are some other powers as well. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഈസ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആദ്യം വരുന്നത് ഫെഡറൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ്. ഫെഡറൽ മാറ്റേഴ്സ് മീൻസ് സ്റ്റേറ്റുകൾ തമ്മിലൊരു ഡിസ്പ്യൂട്ട് വരുവാണ്, സ്റ്റേറ്റുകൾ തമ്മിലൊരു പ്രോബ്ലം വരുവാണെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുക സുപ്രീം കോർട്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹൈക്കോർട്ടുകൾക്കോ ലോവർ കോർട്ടുകൾക്കോ യാതൊരു അധികാരവും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഫെഡറൽ സ്ട്രക്ചർ ഒന്നെങ്കിൽ സ്റ്റേറ്റ് വേഴ്സസ് അനദർ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് വേഴ്സസ് യൂണിയൻ, അല്ലെങ്കിൽ യൂണിയൻ വേഴ്സസ് വൺ ഓർ മോർ സ്റ്റേറ്റ്സ്. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുവാണെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണത്. അങ്ങനെയുള്ള കേസ് വേറൊരിടത്തും പോവില്ല, എക്സ്ക്ലൂസീവ്ലി സുപ്രീം കോർട്ടിലേക്ക് മാത്രമേ പോകൂ. രണ്ടാമതായിട്ട് എ ഡിസ്പ്യൂട്ട് അറൈസിംഗ് ഔട്ട് ഓഫ് എനി പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റി, എഗ്രിമെന്റ്, എൻഗേജ്മെന്റ് ഓർ സിമിലർ ഇൻസ്ട്രുമെന്റ്സ്, എന്തെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പുള്ള എഗ്രിമെന്റോ സനഡോ അങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ, ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷമാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യപ്പെടും, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പുള്ള എഗ്രിമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനലി വാലിഡ് അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം സുപ്രീം കോർട്ടിനാണ്. എന്തുകൊണ്ടാണ്? സുപ്രീം കോർട്ട് ഈസ് ദി ഇന്റർപ്രറ്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. സോ സുപ്രീം കോർട്ടിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം സുപ്രീം കോർട്ടിനാണ്. Then a dispute arising out of any treaty, agreement, etc., which specifically provides that said jurisdiction does not extend to such a dispute. അതായത് ഈ പറയുന്ന ട്രീറ്റിയും എഗ്രിമെന്റും പോലുള്ള കാര്യങ്ങൾ നമ്മളുടെ സുപ്രീം കോടതി ജൂറിസ്ഡിക്ഷന്റെ പുറത്തുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു കോർട്ടിന്റെയും ജൂറിസ്ഡിക്ഷൻ അകത്ത് വരാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ്. Let me repeat, a dispute arising out of any treaty, agreement, ഏതെങ്കിലും ഒരു ട്രീറ്റിയുടെ പേരിലോ ഏതെങ്കിലും ഒരു എഗ്രിമെന്റിന്റെ പേരിലോ വരുന്ന ഒരു ഡിസ്പ്യൂട്ട് which specifically provides that said jurisdiction does not extend to such a dispute. ഇങ്ങനെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ട്രീറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു കോടതിയുടെയും ജൂറിസ്ഡിക്ഷൻ ഈ പറയുന്ന ഏരിയയിലേക്ക് ഉൾപ്പെടില്ല, ഈ പറയുന്ന ഏരിയ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. ഒരു ആംബിഗ്വിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതിൽ ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി സുപ്രീം കോടതിയായിരിക്കും. ഇന്ത്യയിലെ അപ്പീൽസ് കോർട്ട് ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്കാണ് അതിനകത്ത് തീരുമാനം എടുക്കാനുള്ള അധികാരം. ദെൻ ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്, കാവേരി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ,
കർണാടകയും തമിഴ്നാടും തമ്മിൽ വാട്ടർ ഡിസ്പ്യൂട്ട് വരുവാണ്, അല്ലെങ്കിൽ തമിഴ്നാടും കേരളം തമ്മിൽ വാട്ടർ ഡിസ്പ്യൂട്ട് വരുവാണ്. ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ് ഒന്നും ഒരു ഹൈക്കോർട്ടിനും ഏറ്റെടുത്ത് ചെയ്യാനുള്ള അധികാരമില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോർട്ടിനാണ്, കേസ് വാദിക്കാവുന്നത് സുപ്രീം കോടതിയിൽ മാത്രമാണ്. ദെൻ മാറ്റേഴ്സ് റെഫേർഡ് ടു ദി ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷനോട് നമ്മൾ എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് കമ്മീഷൻ അതിനകത്തൊരു പാർട്ടിയായി വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്കായിരിക്കും. സോ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ. ദെൻ അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സർട്ടൻ എക്സ്പെൻസസ് ആൻഡ് പെൻഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. സോ സെൻട്രൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ദാറ്റ് ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. സെൻട്രൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മാറ്റേഴ്സും സുപ്രീം കോടതിയിലാണ് ഡയറക്റ്റ്ലി വരുന്നത്. ഇവിടെ പറയുന്ന കേസ് ചില എക്സ്പെൻസുകൾ സെൻട്രൽ സ്റ്റേറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു, ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ പെൻഷൻ സെൻട്രൽ സ്റ്റേറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഈ സിറ്റുവേഷൻസിലെല്ലാം ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിന് തന്നെയായിരിക്കും, വേറൊരു കോടതിയിലും പോകാൻ പറ്റില്ല. ദെൻ ഓർഡിനറി ഡിസ്പ്യൂട്ട് ഓഫ് കൊമേഴ്ഷ്യൽ നേച്ചർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ, യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റും തമ്മിൽ കൊമേഴ്ഷ്യലി ട്രേഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുവാണെങ്കിൽ, അഗെയിൻ ഇതും ഓർക്കുക, യൂണിയൻ ഒരു പാർട്ടിയാണ്, സ്റ്റേറ്റ് ഒരു പാർട്ടിയാണ്. അങ്ങനെ വരുന്ന എല്ലാ സിറ്റുവേഷനിലും ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് തന്നെയായിരിക്കും. ദെൻ റിക്കവറി ഓഫ് ഡാമേജസ് ബൈ എ സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് യൂണിയൻ. സെൻട്രലിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ഡാമേജസ് ചുമത്തുവാണ്, സെൻട്രലിന്റെ കയ്യിൽ നിന്നും ഡാമേജസ് നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊന്ന് സെൻട്രൽ ഒരു പാർട്ടിയാണ്, സ്റ്റേറ്റ് ഒരു പാർട്ടിയാണ്. സെൻട്രൽ മീൻസ് യൂണിയൻ ഗവൺമെന്റ് ഒരു പാർട്ടിയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോർട്ടിന് തന്നെയായിരിക്കും. ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇത്തരത്തിലൊരു ഏത് നിയമമാണ് ആദ്യം, ഏത് കേസാണ് ആദ്യം തന്നെ സുപ്രീം കോടതിയിൽ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസുകളും, ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ മീൻസ് യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും, യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസുകളും ആദ്യമേ പോവേണ്ടത് സുപ്രീം കോടതിയിലാണ്. അതാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ഓക്കെ, മൂവിങ് ഓൺ. രണ്ടാമത്തത് റിട്ട് ജൂറിസ്ഡിക്ഷൻ. റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ പവേഴ്സ് ആണ്. സോ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി 5 റിട്ടുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ ആൻഡ് സർട്ടിയറാറി. ഇവിടെ അഗ്രീഡ് പേഴ്സണ് ഈ പറയുന്ന റിട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും നീതി നേടിയെടുക്കാം. ഇവിടെ ഓർക്കേണ്ടത്, റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ല, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ അല്ല. എന്തുകൊണ്ടാണ്? റിട്ട്സ് ഹൈക്കോർട്ടിനും റിട്ട് കൊടുക്കുക പോസിബിൾ ആണ്. ഓക്കെ, ഹൈക്കോർട്ടിനും റിട്ട് ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അതുകൊണ്ട് റിട്ട് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിയുടെ എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദാറ്റ്സ് അപ് ടു ദി പേഴ്സൺ. പേഴ്സൺ ഹൈക്കോടതിയിൽ പോവാം, പേഴ്സണിന് ഡയറക്ട്ലി സുപ്രീം കോർട്ടിലും പോവാം. ഓക്കെ, സോ റിട്ട് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്കുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഫണ്ടമെന്റൽ റൈറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതൊരു സിറ്റിസണും ഏതൊരു ഇൻഡിവിജ്വലിനും ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി റിട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ മീൻസ് നമ്മളിപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലോവസ്റ്റ് കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുനിസിപ്പൽ കോർട്ടുകളിൽ കേസ് ഫയൽ ചെയ്യുന്നു. മുനിസിപ്പൽ കോർട്ടിന്റെ വെർഡിക്റ്റ് നമുക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ വിൽ ഗോ ടു ഹൈക്കോർട്ട്. അപ്പീൽ വഴി നമ്മൾ ഹൈക്കോർട്ടിലേക്ക് പോകുന്നു. ഹൈക്കോർട്ടിന്റെ വെർഡിക്റ്റ് നമുക്ക് ഓക്കെ അല്ലെങ്കിൽ വി ക്യാൻ ഗോ ടു സുപ്രീം കോർട്ട്. അങ്ങനെ എത്തുന്ന അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. അത്തരത്തിൽ വരുന്ന ജൂറിസ്ഡിക്ഷൻ വരുന്ന സിറ്റുവേഷൻസ്, ഒന്ന് അപ്പീൽസ് ഇൻ കേസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പീൽ വരുവാണ്. അത് ലോവർ കോർട്ടുകളിലായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. ദെൻ അപ്പീൽ വന്ന് സുപ്രീം കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അത് ഏറ്റെടുക്കാം. അതിനെയാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ ബോഡി എന്നുള്ള രീതിയിൽ, ഏറ്റവും അപ്പീൽസ് ബോഡി എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിക്ക് വരുന്ന ജൂറിസ്ഡിക്ഷൻ. ഇത് വരുന്നത് അപ്പീൽസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ്, അപ്പീൽസ് ഇൻ കേസ് ഓഫ് സിവിൽ മാറ്റേഴ്സ്, സിവിൽ ലോയുമായി ബന്ധപ്പെട്ട്. ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് ടു. കണ്ടീഷൻസ് ഒക്കെ നമ്മൾക്ക് ബേസിക് തിങ്സ് അറിഞ്ഞാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സുമായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്പീലുകൾ, അല്ലെങ്കിൽ സിവിൽ ലോസുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്പീലുകൾ, അല്ലെങ്കിൽ
ക്രിമിനൽ ലോസ് IPCയുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്പീലുകൾ, ഇതല്ലെങ്കിൽ സ്പെഷ്യൽ ലീവ് സുപ്രീം കോടതിയായിട്ട് പ്രൊവിഷൻ കൊടുക്കുകയാണ്, സുപ്രീം കോടതിയായിട്ട് ഇന്ന കേസുകൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സ്പെഷ്യൽ കേസ് സുപ്രീം കോടതിയായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്ക് കിട്ടുന്നു. ഫോർത്ത്, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 143 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് പ്രസിഡന്റിന് സുപ്രീം കോർട്ടിന്റെ അഡ്വൈസർ, ഇറ്റ് മേ ബി റിലേറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ അഡ്വൈസ് ചോദിക്കാം. പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ അഡ്വൈസ് ചോദിക്കാം എന്ന് പറയുന്ന പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 143. ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 143 authorizes the president to seek the opinion of Supreme Court in 2 categories of matters. രണ്ട് ബേസിക് തിങ്ങിലാണ് ഇങ്ങനെ സുപ്രീം കോടതിയുടെ ഒപ്പീനിയൻ പ്രസിഡന്റിന് ചോദിക്കാവുന്നത്. ഒന്നാമത്തത്, ഓൺ എനി ക്വസ്റ്റ്യൻ ഓഫ് ലോ ഓർ ഫാക്ട് ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് വിച്ച് ഹാസ് അറൈസൺ ഓർ വിച്ച് ഈസ് ലൈക്ലി ടു അറൈസ്. ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് വരാനുള്ള ഒരു സിറ്റുവേഷൻ, ആ പബ്ലിക് ഇൻട്രസ്റ്റ് വരാനുള്ള സിറ്റുവേഷനകത്ത് ഒരു ക്ലാരിറ്റി ഇല്ല. ആ ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയോട് ഒപ്പീനിയൻ ചോദിക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ദാറ്റ് മീൻസ് ജനറൽ പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റ് ആണ്, അതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സുപ്രീം കോടതിയോട് അഭിപ്രായം ചോദിക്കാം. രണ്ടാമതായിട്ട്, ഓൺ എനി ഡിസ്പ്യൂട്ട് അറൈസിംഗ് ഔട്ട് ഓഫ് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റി അല്ലെങ്കിൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള ട്രീറ്റി, ആ മുമ്പുള്ള എഗ്രിമെന്റ്, മുമ്പുള്ള ഇൻസ്ട്രുമെന്റ്സ്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ പ്രസിഡന്റിന് അറിയാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒപ്പീനിയനും പ്രസിഡന്റിന് സുപ്രീം കോടതിയോട് ചോദിക്കാം. സോ ഈ രണ്ട് ഗ്രൗണ്ടിലാണ് സുപ്രീം കോടതിക്ക് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് അഡ്വൈസസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത് ആർട്ടിക്കിൾ 143 പ്രകാരമാണ്. Then fifth, a court of record. Supreme Court acts as a court of records. രണ്ട് സ്പെഷ്യൽ പവേഴ്സ് ആണ് ഇവിടെ വരുന്നത്. The judgment proceedings and acts of the Supreme Court are recorded for perpetual memory and testimony. So സുപ്രീം കോടതി വിധികൾ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, സുപ്രീം കോടതി വിധികൾ എന്ന് പറയുന്നത്, സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു വിധി മറ്റു കോടതികൾക്ക് ഒരു റെക്കോർഡായിട്ട് അല്ലെങ്കിൽ മറ്റു കോടതികൾക്ക് കോട്ട് ചെയ്യാം. സുപ്രീം കോടതി ഒരു വെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വിധി വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധികളെല്ലാം റെക്കോർഡഡ് ആണ്. എല്ലാ വിധികളും എവിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ വിധികൾ എന്ന് പറയുന്നത് മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട ഒരു എവിഡൻസ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. ആണ് ഓർക്കേണ്ടത്. സുപ്രീം കോടതി വെഡിറ്റ്സ് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ്. സോ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഏതൊരു വെഡിറ്റുമായി ബന്ധപ്പെട്ടായാലും സുപ്രീം കോടതിയായിട്ട് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ജഡ്ജ്മെന്റ് എല്ലാം റെക്കോർഡാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ട് തന്നെ മറ്റു കോടതികളിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റിന് ഒരു എവിഡൻസ് എന്ന് പറയുന്ന രീതിയിലുള്ള വാല്യൂ തന്നെയുണ്ട്. സോ സുപ്രീം കോടതി ഒരു കേസിൽ ഇന്ന രീതിയിൽ വെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ വെഡിറ്റ് നമ്മളുടെ അഡ്വക്കേറ്റ്സിന് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഒരു കേസ് നടക്കുമ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ വെഡിറ്റ് വന്നിരുന്നു എന്ന് മെൻഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. ബിക്കോസ് സുപ്രീം കോർട്ട് ഈസ് എ കോർട്ട് ഓഫ് റെക്കോർഡ്സ്. ഓക്കെ, ദെൻ ഇറ്റ് ഹാസ് ദി പവർ ടു ജുഡീഷ്യൽ റിവ്യൂ. ദാറ്റ് മീൻസ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ആക്ടുകൾ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ഏതൊരു ആക്ട് ആയാലും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആയാലും രണ്ടാമതെടുത്ത് എക്സാമിൻ ചെയ്യാനുള്ള അധികാരം ജുഡീഷ്യറി സുപ്രീം കോർട്ടിനുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ ഇസ് ദി പവർ ഓഫ് സുപ്രീം കോർട്ട് ടു examine the constitutionality of legislative enactments and executive orders of both central and state governments. സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും പാസ്സാക്കുന്ന ആക്ടുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷണലി വയബിൾ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്.
അതാണ് ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിറ്റേഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്ക് മാത്രമാണ്. ഓരോ തവണയും കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസ് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയാണ്. So Supreme Court is the ultimate interpreter of the Constitution. It can give final version to the spirit and content of the provisions given in Constitution. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പ്രൊവിഷൻസിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്. സുപ്രീം കോർട്ട് പറയുന്നതായിരിക്കും ഫൈനൽ. Then there are some other powers too, such as it decides a dispute regarding election of president and vice president. നമ്മൾ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പറ്റിയുള്ള ലെക്ചറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് വരുവാണെങ്കിൽ, പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആയി ബന്ധപ്പെട്ട ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് വരുവാണെങ്കിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം സുപ്രീം കോർട്ടിനാണ്. സോ ദി ഫസ്റ്റ് പവർ ഈസ് ഡിസൈഡ്സ് ദി ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. രണ്ടാമത്തെ പവർ ഇറ്റ് എൻക്വയർസ് ഇൻ ടു കണ്ടക്ട് ആൻഡ് ബിഹേവിയർ ഓഫ് ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് UPSC. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അവരുടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ, UPSCയുടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ, എന്തെങ്കിലും കേസ് വരുവാണെങ്കിൽ അതിനകത്ത് എൻക്വയറി കണ്ടക്ട് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ആ എൻക്വയറിയുടെ ബേസിൽ റിമൂവലിന്, ഇൻ കേസ് അവർ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ റിമൂവലിന് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരവും സുപ്രീം കോടതിക്കുണ്ട്. ഇതൊരു സ്പെഷ്യൽ പവറാണ്. UPSCയുമായി ബന്ധപ്പെട്ട് എൻക്വയറി നടത്താനും ദെൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ, മിസ്ബിഹേവിയർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ആ മെമ്പറിനെ പുറത്താക്കാൻ റെക്കമെൻഡ് ചെയ്യാം. പുറത്താക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പുറത്താക്കാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ആൻഡ് ദിസ് റെക്കമെൻഡേഷൻ വിൽ ബി ബൈൻഡിങ് ഓൺ ദി പ്രസിഡന്റ്. റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ പ്രസിഡന്റിന് പുറത്താക്കിയേ പറ്റൂ. ഇറ്റ് വിൽ ബി ബൈൻഡിങ് ഓൺ ദി പ്രസിഡന്റ്. തേർഡ്, ഇറ്റ് ഹാസ് ദി പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ്. നമ്മൾ കേശവാനന്ദ ഭാരതി കേസ് പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ ഫസ്റ്റ് ജഡ്ജ് കേസ് എന്ന് പറയുന്ന കേസിനകത്ത് പറഞ്ഞ രീതിയിലല്ല സെക്കൻഡ് ജഡ്ജ് കേസിൽ പറഞ്ഞത്. ഫസ്റ്റ് ജഡ്ജ് കേസിൽ അവർ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണലി ഡിസിഷൻ എടുക്കുന്നത് ബൈൻഡിങ് അല്ല എന്നാണ്. സെക്കൻഡ് ജഡ്ജസ് കേസ് ആയപ്പോൾ സുപ്രീം കോടതി തന്നെ അവരുടെ ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്തു. സ്വന്തം ജഡ്ജ്മെന്റ് തിരുത്തി മറ്റൊരു ജഡ്ജ്മെന്റ് കൊടുക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അതും അവരുടെ സ്പെഷ്യൽ പവറാണ്. It is authorized to withdraw the cases pending before the High Court and dispose them by itself. ഹൈക്കോർട്ടുകളിൽ പെൻഡിങ് ആയി കിടക്കുന്ന കേസുകളെല്ലാം ഡിസ്പോസ് ചെയ്യാൻ, സ്വമേധയാ എടുത്തു കളയാൻ അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഹൈക്കോർട്ടുകളിൽ ഒരുപാട് കേസുകൾ പെൻഡിങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കേസുകളെല്ലാം സ്ക്രാപ്പ് ചെയ്ത് കളയാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. Its law is binding on all courts in India. സുപ്രീം കോടതി പറയുന്ന രീതി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു വെഡിക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ കോടതികളിലും ആ വെഡിക്റ്റിന് വാലിഡിറ്റി ഉണ്ട്. എല്ലാ കോടതികളും അത് ഫോളോ ചെയ്തേ പറ്റൂ. ഫൈനലി, ഇറ്റ് ഹാസ് ദി പവർ ടു ജുഡീഷ്യൽ സൂപ്പറിൻറ്റൻഡൻസ് ആൻഡ് കൺട്രോൾ ഓവർ ദി കോർട്ട്സ് ആൻഡ് ട്രിബ്യൂണൽസ്. ഇന്ത്യയിലുള്ള എല്ലാ കോടതികളുടെയും അല്ലെങ്കിൽ എല്ലാ ട്രിബ്യൂണൽസിൻ്റെയും അപ്പെക്സ് അതോറിറ്റി എന്നുള്ള രീതിയിൽ ഇവരുടെ വർക്കിംഗ് ഓവർസീ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുമുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ദീസ് ആർ ദി അതർ പവേഴ്സ്. ഇതുവരെ പറഞ്ഞ ഒറിജിനൽ പവേഴ്സ് കൂടാതെ അഡീഷണൽ പവേഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഇതെല്ലാമാണ്. ലൈക്ക് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ബിഹേവിയറോ കണ്ടക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസോ വന്നു കഴിഞ്ഞാൽ UPSC ചെയർപേഴ്സൺ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ പറ്റി എൻക്വയറി നടത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അധികാരം. അവരങ്ങനെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് വിൽ ബി ബൈൻഡിങ് ഓൺ പ്രസിഡന്റ് എന്നുള്ളത് ഓർത്തേക്ക്. ആൻഡ് ജുഡീഷ്യൽ ഇറ്റ് ഹാസ് ദി റൈറ്റ് ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ്. അവർ കൊടുത്തിരിക്കുന്ന ജഡ്ജ്മെന്റ്, സുപ്രീം കോടതി കൊടുത്ത ജഡ്ജ്മെന്റ് സ്വമേധയാ തിരുത്താനുള്ള അധികാരമുണ്ട്. അതേപോലെ ഹൈക്കോർട്ടുകളുടെ മുമ്പിൽ ഒരുപാട് കേസുകൾ പെൻഡിങ് ആണെങ്കിൽ ആ കേസുകൾ സ്ക്രാപ്പ് ചെയ്യുക, വിഡ്രോ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ആൻഡ് ദെയർ ഡിസിഷൻസ് ആർ ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ് ഇൻ ഇന്ത്യ. അവർ പറയുന്ന രീതിയിൽ ഓവർസീ ചെയ്യാൻ സുപ്രീം കോർട്ടിന് ബാക്കിയുള്ള കോർട്ടുകളെ സൂപ്പർവൈസ് ചെയ്യാനും ഓവർസീ ചെയ്യാനുമുള്ള അധികാരമാണ്. ഇത്രയുമാണ് അതർ പവേഴ്സ്. സോ ദീസ് ആർ ദി പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
നെക്സ്റ്റ് ഈസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്നത്തെ നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുക. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 5-ൽ, അതായത് പാർട്ട് 5 എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. പാർട്ട് 5-ൽ ആർട്ടിക്കിൾ 148 തൊട്ട് 151 വരെ വരുന്ന ആർട്ടിക്കിൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. ഹി ഈസ് ദി ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറുകളെല്ലാം തന്നെ ശരിയായ രീതിയിലാണ് നടക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒരു കറപ്ഷനും നടക്കുന്നില്ല എന്ന് അഷ്വറൻസ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പോസ്റ്റാണ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ദെൻ ഹി ഈസ് ദി ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്, അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്, ആൻഡ് കൺട്രോൾ ദി എൻറ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് ദി കൺട്രി ബോത്ത് അറ്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അതായത് നമ്മളിപ്പോൾ AGയുടെ കാര്യം, അറ്റോർണി ജനറലിൻ്റെ കാര്യം പറഞ്ഞു. അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് യൂണിയൻ ലെവൽ പോസ്റ്റാണ്. വേറെ സ്റ്റേറ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ജനറൽസ് ഉണ്ട്. അറ്റോർണി ജനറലും അദ്ദേഹത്തിന് തുല്യമായിട്ട് സ്റ്റേറ്റ് ലെവലിൽ അഡ്വക്കേറ്റ് ജനറൽസും ഉണ്ട്. വേറെ CAGക്ക് തുല്യമായിട്ട് സ്റ്റേറ്റ് ലെവലിൽ മറ്റൊരു പോസ്റ്റ് ഇല്ല. സ്റ്റേറ്റിൻ്റെ ആയാലും യൂണിയൻ്റെ ആയാലും എല്ലാ പബ്ലിക് അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ്. അദ്ദേഹമായിരിക്കും യൂണിയൻ ലെവലിലെയും സ്റ്റേറ്റ് ലെവലിലെയും എല്ലാ പബ്ലിക് അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യുന്നത്. സോ ഈസ് ദി വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് അഫയേഴ്സ്, അല്ലെങ്കിൽ പബ്ലിക് പേഴ്സ് എന്ന് നമുക്ക് പറയാം. ഈസ് ദി ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്നുള്ള രീതിയിൽ ഓർത്തേക്കുക. ദെൻ ഹിസ് ഡ്യൂട്ടി ഈസ് ടു അപ്ഹോൾഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ലോസ് ഓഫ് ദി പാർലമെന്റ് ഇൻ ദി ഫീൽഡ് ഓഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം അതേപടി ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു കറപ്റ്റഡ് പ്രാക്ടീസുകളും ഹാപ്പൻ ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യാനും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എല്ലാം അതേപടിയാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താനുമുള്ള പോസ്റ്റാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ദെൻ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് CAG ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബൈ ദി വാറന്റ് അണ്ടർ ഹിസ് ഹെഡ് ആൻഡ് സീൽ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ടൈം പീരീഡ്, ടെന്യൂർ എന്ന് പറയുന്നത് 6 years or 65 years which is earlier. 6 വർഷം പൂർത്തിയാക്കുക. CAG എന്ന് പറയുന്ന പോസ്റ്റിൽ 6 വർഷം പൂർത്തിയാക്കുക ഒന്നുകിൽ, അല്ലെങ്കിൽ 65 വയസ്സാവുക. ഈ 65 വയസ്സാകുന്നതിനുള്ളിൽ 6 വർഷം പൂർത്തിയാക്കുന്നില്ലെങ്കിൽ, ആദ്യം 65 വയസ്സാണ് ആകുന്നതെങ്കിൽ അദ്ദേഹത്തിന് പിരിഞ്ഞു പോകേണ്ടി വരും. സോ 6 years ആണ് ടെന്യൂർ ഓർ 65 years ഓഫ് ഏജ്. ഇതിലേതാണോ ആദ്യം തികയുന്നത് അതുവരെയാണ് CAGക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നത്. He can resign any time from his office by addressing the resignation letter to the president. പ്രസിഡന്റിന് റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തുകൊണ്ട് ഏത് ടൈമിൽ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്ന അതേ രീതിയിൽ, ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്ന പ്രൊവിഷൻസ് എല്ലാം കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ, അതേ രീതിയിൽ തന്നെ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി CAGയെയും റിമൂവ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് CAG. CAG എന്ന് പറയുന്നത് ഇന്ത്യയിലെ അക്കൗണ്ട്സ് എല്ലാം, പബ്ലിക് അക്കൗണ്ട്സ് എല്ലാം ഓഡിറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് സെൻട്രൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും വരുന്ന എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് നൗ. താങ്ക് യു. ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരുന്നത്. താങ്ക് യു വെരി മച്ച്.